ആശാവർക്കർമാരുടെ സമരത്തിൽ ബി.ജെ.പി. ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ സുശീല ഗോപാലൻ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരപന്തലിൽ കേന്ദ്രമന്ത്രി എത്തിയത് അത്ഭുതമുളവാക്കുന്നതാണെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ബഡ്ജറ്റിൽ 5 പൈസ പോലും ആശാവർക്കർമാർക്കോ അംഗൻവാടി വർക്കർമാർക്കോ വേണ്ടി വകയിരുത്തിയിട്ടില്ല. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്താണ് ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കുകയും വേതനം നൽകുകയും ചെയ്തത്. ഇടതുപക്ഷത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു അത്. തൊഴിലുറപ്പ് ദിനങ്ങൾ സൃഷ്ടിച്ചതും ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ്. അതിനുശേഷം അധികാരത്തിൽ വന്ന BJP സർക്കാർ ഇവർക്കൊന്നും ആനുകൂല്യങ്ങൾ നൽകിയിട്ടില്ല. കേരളം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴും ഇവരുടെ വേതനം വർദ്ധിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ കേന്ദ്രമന്ത്രിയും BJP UDF നേതാക്കളും മുതലക്കണ്ണീരൊഴുക്കുകയാണെന്നും ബൃന്ദ കാരാട്ട് ആരോപിച്ചു. When we travel across India, we can see day in and day out how these forces of the Sangh Parivar, the BJP, the RSS, how they are destroying the values of the freedom struggle and the values of India. ഇന്ത്യയിലുടനീളം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. സംഘപരിവാർ എങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മൂല്യങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണത്. It is here in Kerala when I heard my brilliant young singer Pushpavati sing Keralam, Keralam, Keralam. I knew the strength in that voice is because today, when the rest of the country is being enveloped in these strong forces who are trying to destroy India, who are using state power to destroy India, it is here in Kerala, my dear sisters, with your support, with your strength, that you have a state under the LDF, the Left and Democratic Front, which symbolizes the values of the freedom struggle that our leaders had fought for. It is here in Kerala. പരിപാടിയിൽ PK ശ്രീമതി അധ്യക്ഷയായി, KK ശൈലജ MLA, അഡ്വക്കേറ്റ് P സതിദേവി, CS സുജാത, സൂസൻ കോടി തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.